അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ പാദവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആക്ടിവിറ്റി 1, യോജിച്ചവ ചേർക്കാം. റംല റളിയല്ലാഹു അൻഹ, അബൂ ത്വാലിബ്, ആമുൽ ഹുസ്ന്, 3 വർഷം, നജാഷി, അൽ അഖ്റബീൻ. ഇത്രയും ഓപ്ഷൻസാണ് അതിലുള്ളത്. ആദ്യത്തെ ചോദ്യം, രഹസ്യപ്രബോധനം 3 വർഷം. രഹസ്യപ്രബോധനം 3 വർഷം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എത്യോപ്യൻ രാജാവ് നജാഷി. എത്യോപ്യൻ രാജാവ് നജാഷി. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ റംല റളിയല്ലാഹു അൻഹ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദുഃഖവർഷം ആമുൽ ഹുസ്ന്. ദുഃഖവർഷം ആമുൽ ഹുസ്ന്. അഞ്ചാമത്തത്, വ അൻദിർ അഷീറത്തക്ക. വ അൻദിർ അഷീറത്തക്കൽ അഖ്റബീൻ. ആറാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷാകർത്താവ് അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷാകർത്താവ് അബൂ ത്വാലിബ്. ഇത്രയാണ് ആക്ടിവിറ്റി 1-ലുള്ളത്. സെക്കൻഡ് ആക്ടിവിറ്റി, വ്യക്തമാക്കാം. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി പഠിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് 10 ആണ്. ആ ഒരു ക്വസ്റ്റ്യനും ഇടയ്ക്ക് കാണാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേര്? ഖുവൈലിദ്. ആദ്യത്തെ വഹ്യ് ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 40 വയസ്സ്. അടുത്തത്, നജാഷി രാജാവിൻ്റെ പേര്? അസുഹൈമത്ത്. നജാഷി രാജാവിൻ്റെ പേര് അസുഹൈമത്ത്. ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റി ഉള്ളത്. ഇനി തേർഡ് ആക്ടിവിറ്റി, എണ്ണം എഴുതാം. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് പുരുഷന്മാർ, സ്ത്രീകൾ. ഇങ്ങനെയുള്ള കണക്കാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഹിജ്റ പോയത് 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്കുള്ള യാത്രയിലുണ്ടായിരുന്നത്. രണ്ടാമത്തത്, എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ പുരുഷന്മാർ 83, സ്ത്രീകൾ 18. ഇനി ഫോർത്ത് ആക്ടിവിറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ? ആൻസർ, നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നജാഷി സ്വഹാബികളിൽ പെട്ടതല്ല, കാരണം എന്ത്? നജാഷി രാജാവ് നേരിട്ട് നബി തങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്വഹാബികളിൽ പെട്ടതല്ലാതെ ഇരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വസിക്കും. താങ്കൾ കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല.
ഇതായിരുന്നു. നാലാമത്തേത്, വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ 3 പ്രധാന കാരണങ്ങളിൽ നിന്നും 2 എണ്ണം എഴുതുക. ഒന്നാമത്തത്, മക്കയിലുള്ള മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ. അതുപോലെ ശത്രുക്കളുടെ ക്രൂര നിലപാട്. ഇനി 5ാമത്തെ ചോദ്യം, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? ഖുറൈശികൾ. ഇനി ആക്ടിവിറ്റി 5 ആണ്. ഇത് ആരാണ് പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യം, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ടവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അത് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തബ്ബാ ലക അലി ഹാദ ജമഅതന എന്ന് പറഞ്ഞത് ആരാണ്? അബൂലഹബ്. 6ാമത്തെ ആക്ടിവിറ്റി, രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത്. രഹസ്യപ്രബോധനവും ദീനി പഠനങ്ങളൊക്കെ നടന്നിരുന്നത് ദാറുൽ അർക്കമിൽ അല്ലെങ്കിൽ അർക്കമിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആമുൽ ഹുസ്ന് നുബുവത്തിൻ്റെ ഡാഷ്. ആമുൽ ഹുസ്ന് അല്ലെങ്കിൽ ദുഃഖവർഷം ഉണ്ടായത് നുബുവത്തിൻ്റെ 10ാം വർഷമായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ 3ാം നാൾ ഡാഷ്. അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ 3ാം നാൾ നബിയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹായും വഫാത്തായി. ഇത്രയാണ് നമ്മുടെ താരീഖിൻ്റെ പാദവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഉള്ളത്. കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.